ഞാനിപ്പോൾ അമ്മയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞൊരു 10 വർഷമായിട്ട് ഞാൻ കണ്ട ഒരു സ്വപ്നത്തിലേക്കാണ്. ഈ സ്വപ്നത്തിലേക്കുള്ള ഞങ്ങളുടെ വണ്ടിയായിരുന്നു ഈ ഓട്ടോറിക്ഷ. അപ്പോൾ ഒരുപാട് നാളായിട്ട് ഈ ഒരു ദിവസത്തിന് വേണ്ടി ഇങ്ങനെ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഓട്ടോ ചേട്ടനാണെങ്കിൽ എനിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ മതി. പക്ഷേ ചേട്ടനാണെങ്കിൽ വളരെ പാതിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ സ്വപ്നത്തിലേക്കുള്ള യാത്രയുടെ ദൂരം അല്ലെങ്കിൽ സമയം കൂടുതൽ എടുക്കുന്നുണ്ടോ എന്നൊരു സംശയം. ഓക്കെ, എന്തായാലും ഫൈനലി യെസ് വി റീച്ച്ഡ് ഹിയർ. മനസ്സിലായി കാണും, ഞാനൊരു ബൈക്ക് എടുക്കാൻ പോകുന്നു ഗായ്സ്. അപ്പോൾ വിഷ്ണു ബ്രോ ആണ് നമുക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. അപ്പോൾ അതിനിടയ്ക്ക് എനിക്കൊരു ഹെൽമെറ്റ് അവർ തന്നു. പക്ഷേ അമ്മയ്ക്ക് വേണ്ടിയിട്ട് പോയൊരു ഹെൽമെറ്റ് ഞാൻ മേടിച്ചായിരുന്നു അതിനിടയ്ക്ക്. കാരണം അമ്മയ്ക്കൊരു ഹെൽമെറ്റ് വേണമായിരുന്നു. ഇപ്പോൾ രണ്ടുപേർക്ക് ഹെൽമെറ്റ് വേണമല്ലോ. സോ ഇതാണ് എനിക്ക് ഇവിടുന്ന് തന്ന ഹെൽമെറ്റ്. ബ്രോ ആക്ച്വലി നല്ല ഹെൽമെറ്റാണ് എന്ന് പറഞ്ഞു. കാരണം ബാക്കിയുള്ളതിനേക്കാൾ ഇതാണ് സെറ്റ് എന്ന് പറഞ്ഞു തന്നു. എനിക്കും ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ ഹെൽമെറ്റ് ഇഷ്ടപ്പെട്ടു. പിന്നെ ഹെൽമെറ്റ് ഈസ് ഫോർ പ്രൊട്ടക്ഷൻ അല്ലേ, ലുക്കിലല്ലോ വർക്കിലല്ലേ കാര്യം. ഇതെല്ലാം സംഗതി കൊള്ളാം, നൈസാണ്, അടിപൊളി. ഇനിയിപ്പം എത്ര നാൾ ഇതിങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ എങ്കിലും സംഗതി എനിക്ക് ഇഷ്ടപ്പെട്ടു. അമ്മയുടെ ഹെൽമെറ്റ്, ഇതെൻ്റെ ഹെൽമെറ്റ്. അപ്പം നൈസായിട്ട് ഐശ്വര്യമായിട്ട് ആ ഒരു സംഭവം അങ്ങോട്ട് പൊളിച്ച് മാറ്റിയേക്കാം. ലെവിനെ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ പൊളിച്ച് മാറ്റി സെറ്റായി. ദേ ഈ കാണുന്നതാണ് നമ്മുടെ കുട്ടപ്പൻ. ആണ് നമ്മൾ നടക്കാൻ വന്ന ബൈക്ക് 160 അപ്പാച്ചി RTR 160 ആണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്ന ബൈക്ക്. കൊള്ളാം, അവർ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വൈറ്റാണ് കളറ്. കാരണം ഒറ്റ നോട്ടത്തിൽ ഈ ഒരു വണ്ടി കണ്ടപ്പോഴേ എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. വലിയ ഹൈറ്റ് ഇല്ലല്ലോ. ഇല്ലമ്മ, ഇതാകുമ്പോൾ നമുക്കൊരു സ്പോർട്സ് മോഡിൽ പോവാം. കുതിരപ്പുറത്തിരുന്ന് മുന്നോട്ട് ഫീൽ കിട്ടും. അയ്യോ, അതെൻ്റെ സ്റ്റാറ്റസിന് പറ്റില്ല വണ്ടി. എന്തുവാ? ഓ പിന്നെ കാറ് ഇവനിത് എടുക്കാതിരിക്കുമായിരുന്നു. അല്ല, എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കും ഈ വണ്ടി എടുക്കാനായിട്ടായിരുന്നു ഇഷ്ടം. അമ്മ കാരണമാണ് ഇപ്പം ഞാൻ ആ വണ്ടി എടുത്തത്, അറിയാമോ? അമ്മയ്ക്കൊരു സംശയമൊക്കെ ഉണ്ടായി. കാരണം ഈ ബൈക്കിൻ്റെ പുറകിൽ അങ്ങനെയൊക്കെ കയറി ഇരിക്കുമെന്നൊക്കെ ഉള്ളത്. പക്ഷേ എങ്കിലും ഉണ്ടല്ലോ, എൻ്റെ ഡ്രീം ബൈക്ക് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ കുറച്ച് സ്പോർട്സ് മോഡ് വണ്ടിയായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ അമ്മയൊക്കെ ഉള്ളതിന് അമ്മയ്ക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടി നോക്കണമല്ലോ. അങ്ങനെ അമ്മയുണ്ട്, ദെൻ എൻ്റെ ഒരു ഇഷ്ടം, രണ്ടുപേരുടെ ഇഷ്ടം സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടാണ് അവസാനം ഞാൻ ഈ ഒരു വണ്ടിയിലേക്ക് വന്ന് എത്തിപ്പെട്ടത്. ഇതൊരു തുടക്കമാണ്, കുറേ നാളായിട്ട് കണ്ട ഒരു സ്വപ്നയാത്രയുടെ തുടക്കം.